ഹൗ ബീൻ ആൻഡ് ഹാസ് ബീൻ. ഹൗ ബീനും ഹാസ് ബീനും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോകാം. ഐ ഹാവ് ബീൻ എ ടീച്ചർ സിൻസ് 1988. 1988 മുതൽ ഞാനൊരു ടീച്ചറാണ്. ഐ ഹാവ് ബീൻ എ ടീച്ചർ സിൻസ് 1988. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസാണ്. ഇവിടെ ഹാവ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബും അതായത് ഹെൽപ്പിംഗ് വെർബും ബീൻ എന്ന് പറയുന്നത് മെയിൻ വെർബുമാണ്. അപ്പോൾ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തിൽ പ്രസൻറ്റിൽ ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കണക്ഷനോ അല്ലെങ്കിൽ പ്രാധാന്യമോ ഉണ്ടെങ്കിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. അല്ലെങ്കിൽ പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം പ്രസൻറ്റിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. ഐ ഹാവ് ബീൻ എ ടീച്ചർ സിൻസ് 1988. 1988 മുതൽ ഞാനൊരു ടീച്ചറാണ്, ഇപ്പോഴും ടീച്ചറാണ്. ഐ ഹാവ് ബീൻ എ ടീച്ചർ സിൻസ് 1988. നെക്സ്റ്റ്, ദേ ഹാവ് ബീൻ വർക്കിംഗ് ഓൺ ദിസ് പ്രോജക്റ്റ് ഫോർ വീക്സ്. ആഴ്ചകളായിട്ട് അവർ ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ഹാവ് ബീൻ വർക്കിംഗ് ഓൺ ദിസ് പ്രോജക്റ്റ് ഫോർ വീക്സ്. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസാണ്. തൊട്ട് മുമ്പ് പറഞ്ഞ ടെൻസിൻ്റെ കണ്ടിന്യൂസ് ഫോമാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ആശയം എന്ന് വെച്ചാൽ പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോൾ പ്രസൻറ്റിലും കണ്ടിന്യൂ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരാശയത്തെ പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരാശയത്തെ എടുത്തു പറയുവാനായിട്ടാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇവിടെ ഹാവ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വെർബും ഓക്സിലറി വെർബും അതേപോലെ തന്നെ ബീനും ഇവിടെ ഒരു ഹെൽപ്പിംഗ് വെർബാണ്. ഹാവിൻ്റെ കൂട്ടൊരു ഹെൽപ്പിംഗ് വെർബാണ്. ഇവിടുത്തെ മെയിൻ വെർബ് വർക്കാണ്. വർക്കിൻ്റെ ING ഫോമാണ്. വർക്കിംഗ് ആണ് ഇവിടുത്തെ മെയിൻ വെർബ്. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഈ രണ്ട് ടെൻസിലും നിങ്ങൾക്ക് ഹാവ് ബീൻ കാണാവുന്നതാണ്. ദേ ഹാവ് ബീൻ വർക്കിംഗ് ഓൺ ദിസ് പ്രോജക്റ്റ് ഫോർ വീക്സ്. അവർ ആഴ്ചകളായിട്ട് ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് ടെൻസ് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് വെച്ചാൽ പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ആശയത്തെ ഒന്ന് എടുത്തു പറയുന്നു. കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകാനായിട്ട് ഒന്ന് എടുത്തു പറയുന്നു. അത്രയേ ഉള്ളൂ അതിൻ്റെ ഐഡിയ. നെക്സ്റ്റ്, ഐ ബീൻ റീഡിങ് യുവർ ബുക്ക്, ഇറ്റ്സ് ഗ്രേറ്റ്. ഞാൻ നിൻ്റെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ്സ് ഗ്രേറ്റ്, ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ബീൻ റീഡിങ് യുവർ ബുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇവിടെ ഐ എന്ന് എഴുതിയിരിക്കുന്നത് ഐ ഹാവ് ആണ്, കോൺട്രാക്ഷനാണ്. ഐ ഹാവ് ബീൻ റീഡിങ് യുവർ ബുക്ക്, ഇറ്റ്സ് ഗ്രേറ്റ്. ഞാൻ നിൻ്റെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ്സ് ഗ്രേറ്റ്. നെക്സ്റ്റ്, ഐ ജസ്റ്റ് ബീൻ ക്ലീനിങ് ദ കാർ. ഞാൻ കാറ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്തുമാകാം. ഇപ്പോഴും ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാകാം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മുമ്പോ 10 മിനിറ്റ് മുമ്പോ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കാം. എന്നാലും നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സംസാരിക്കുവാനായിട്ട് സാധിക്കും. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ളൊരു സെൻറ്റൻസ് ആണ്. ഇത് സ്പോക്കൺ ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു ഗ്രാമർ എക്സാം എഴുതുകയാണെങ്കിൽ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് തന്നെ പറയണം. അതേപോലെ തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് തന്നെ പറയണം. ഗ്രാമർ എക്സാമുകളിൽ എപ്പോഴും നിങ്ങൾ ഗ്രാമറിൻ്റെ റൂൾ ഫോളോ ചെയ്ത് വേണം ആൻസറുകളൊക്കെ കൊടുക്കുവാനായിട്ട്. അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് പറയുന്നത്, അതിൻ്റെ റൂൾ എന്താണ് പറയുന്നത്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ് പറയുന്നത്, അതുപ്രകാരം വേണം നിങ്ങൾ ഗ്രാമർ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുവാനായിട്ട്. ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മുമ്പ് ആ കാര്യം സ്റ്റോപ്പ് ചെയ്തെങ്കിലും നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ഇത് സ്പോക്കൺ ഇംഗ്ലീഷിലാണ്. ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിൽ കരുതി വെച്ചിരിക്കുക. ഒരുപാട് പേർക്ക് ഗ്രാമർ എക്സാമുകൾ ഇത് തെറ്റിപ്പോകാറുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ടെൻസുകൾ മാറ്റിയും തിരിച്ചുമൊക്കെ സംസാരിക്കാറുണ്ട്. അതാണ് അതിൻ്റെ റീസൺ. ഗ്രാമർ എക്സാമുകളിൽ എപ്പോഴും നിങ്ങൾ പഠിച്ച റൂളും സ്ട്രക്ചറും ഒക്കെ ഫോളോ ചെയ്ത് വേണം ആൻസർ കൊടുക്കുവാനായിട്ട്. നെക്സ്റ്റ്, ഇറ്റ്സ് ബീൻ സ്നോവിങ്. മഞ്ഞ് പെയ്യുകയാണ്. ഈ ഒരു സെൻറ്റൻസ് നമുക്ക് രണ്ട് ആശയത്തിൽ സംസാരിക്കാനായിട്ട് സാധിക്കും. ഒരു 10 മിനിറ്റ് മുമ്പോ 5 മിനിറ്റ് മുമ്പോ മഞ്ഞ് പെയ്യുന്നത് നിന്ന് പോയാലും നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സംസാരിക്കാൻ പറ്റും.
ഇപ്പോഴും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടെൻസിൽ സംസാരിക്കാൻ പറ്റും. അത് കേൾക്കുന്ന ആൾക്ക് അത് മനസ്സിലാവും. അത് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിലാണെങ്കിൽ ആ വ്യക്തി നമ്മുടെ അടുത്തുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹം കണ്ടുകൊണ്ട് കാണുകയാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാകും. പക്ഷേ ഗ്രാമർ എക്സാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരാശയത്തിൽ വേണം അത് എഴുതുവാനായിട്ട്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് ബീൻ സ്നോയിങ്, മഞ്ഞ് പെയ്യുകയാണ്, അല്ലെങ്കിൽ മഞ്ഞ് പെയ്യുകയായിരുന്നു. ഒരു 5 മിനിറ്റ് മുമ്പ് നിന്ന് പോയെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഇറ്റ്സ് ബീൻ സ്നോയിങ്, മഞ്ഞ് പെയ്യുകയായിരുന്നു. ഇവിടെ ഇറ്റ്സ് എന്നുള്ളത് ഇറ്റ് ഹാസ് ആണ്. ഇറ്റ്സ് ബീൻ സ്നോയിങ്, മഞ്ഞ് പെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ മഞ്ഞ് പെയ്യുകയാണ്. നെക്സ്റ്റ്, ഹീസ് ബീൻ ലിവിങ് ഇൻ ദ വില്ലേജ് സിൻസ് 1995. 1995 മുതൽ അദ്ദേഹം വില്ലേജിൽ താമസിക്കുകയാണ്. ഹീസ് ബീൻ ലിവിങ് ഇൻ ദ വില്ലേജ് സിൻസ് 1995, ഇപ്പോഴും താമസിക്കുകയാണ്. ഹീസ് ബീൻ ലിവിങ് ഇൻ ദ വില്ലേജ് സിൻസ് 1995. ഇവിടെ ഹീസ് എന്ന് എഴുതിയിരിക്കുന്നത് ഹി ഹാസ് ആണ്, കോൺട്രാക്ഷനാണ്. ഹീസ് ബീൻ ലിവിങ് ഇൻ ദ വില്ലേജ് സിൻസ് 1995. നെക്സ്റ്റ്, ഐ ബീൻ ബിസി, ഞാൻ ബിസി ആയിരുന്നു. ഇവിടെ ഹാവ് ബീന് ശേഷം അഡ്ജക്റ്റീവാണ് വന്നിരിക്കുന്നത്. വളരെ കോമൺ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. ഐ ബീൻ ബിസി, ഞാൻ ബിസി ആയിരുന്നു. കുറച്ച് മുമ്പ് വരെ ഞാൻ ബിസി ആയിരുന്നു. ഐ ബീൻ ബിസി. യു ബീൻ ഹെൽപ്ഫുൾ, നിങ്ങൾ ഹെൽപ്ഫുൾ ആയിരുന്നു, സഹായകരമായിരുന്നു. യു ബീൻ ഹെൽപ്ഫുൾ. നെക്സ്റ്റ്, ഹീസ് ബീൻ ടയേർഡ്, അദ്ദേഹം തളർന്നിരിക്കുകയാണ്, ക്ഷീണിതനാണ്. ഹീസ് ബീൻ ടയേർഡ്. നെക്സ്റ്റ്, ഷീസ് ബീൻ ഹാപ്പി, അവൾ ഹാപ്പിയാണ്. ഷീസ് ബീൻ ഹാപ്പി. ഹൗ സാറ ബീൻ ലേറ്റ്ലി, സാറ എങ്ങനെയിരിക്കുന്നു. ഹൗ സാറ ബീൻ ലേറ്റ്ലി. ഇവിടെ ഹൗസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൗ ഹാസ് ആണ്, അതിൻ്റെ കോൺട്രാക്ഷനാണ്. ഹൗ സാറ ബീൻ ലേറ്റ്ലി. ഷീസ് ബീൻ ഹാപ്പി, അവൾ ഹാപ്പിയാണ്, ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. ഷീസ് ബീൻ ഹാപ്പി. നെക്സ്റ്റ്, ഇറ്റ്സ് ബീൻ ഡിഫിക്കൽട്ട്, അത് ഡിഫിക്കൽട്ടായിരുന്നു. ഇറ്റ്സ് ബീൻ ഡിഫിക്കൽട്ട്. ഹൗസ് ദ ന്യൂ പ്രോജക്റ്റ് ഗോയിങ്, പുതിയ പ്രോജക്റ്റ് എങ്ങനെ പോകുന്നു. ഹൗസ് ദ ന്യൂ പ്രോജക്റ്റ് ഗോയിങ്. ഇവിടെ ഹൗസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് അപ്പോസ്ട്രോഫി എസ് എന്നുള്ളത് ഈസ് ആണ്, അതിൻ്റെ കോൺട്രാക്ഷനാണിത്. ഹൗസ് ദ ന്യൂ പ്രോജക്റ്റ് ഗോയിങ്, പുതിയ പ്രോജക്റ്റ് എങ്ങനെ പോകുന്നു. ഇറ്റ്സ് ബീൻ ഡിഫിക്കൽട്ട്, അത് ഡിഫിക്കൽട്ടാണ്. നെക്സ്റ്റ്, ഹാവ് യു ബീൻ ദെയർ, നീ അവിടെ പോയിട്ടുണ്ടോ. വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന നമ്മളൊരു ക്വസ്റ്റ്യനാണിത്. ഹാവ് യു ബീൻ ദെയർ, നീ അവിടെ പോയിട്ടുണ്ടോ. യെസ് ഐ ഹാവ്, അതെ ഞാൻ പോയിട്ടുണ്ട്. നോ ഐ ഹാവിൻ, ഇല്ല ഞാൻ പോയിട്ടില്ല. നെക്സ്റ്റ്, ഹാസ് ഷീ ബീൻ ദെയർ, അവൾ അവിടെ പോയിട്ടുണ്ടോ. യെസ് ഷീ ഹാസ്, അതെ അവൾ അവിടെ പോയിട്ടുണ്ട്. നോ ഷീ ഹാസൻ, ഇല്ല അവൾ അവിടെ പോയിട്ടില്ല. നെക്സ്റ്റ്, ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ ദെയർ, അതവിടെ എത്ര നേരമായിട്ട് ഉണ്ടായിരുന്നു. ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ ദെയർ. ഇറ്റ് ഹാസ് ബീൻ ദെയർ ഫോർ എ ലോങ് ടൈം, അതവിടെ ഒരുപാട് നേരമായിട്ട് ഉണ്ടായിരുന്നു. ഇറ്റ് ഹാസ് ബീൻ ദെയർ ഫോർ എ ലോങ് ടൈം. നെക്സ്റ്റ്, ഹൗ യു ബീൻ, ഇത് നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. സുഖമാണോ, എങ്ങനെയാണ്, എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഹൗ യു ബീൻ, എങ്ങനെ പോകുന്നു, സുഖമാണോ. ഇവിടെ ഹൗവിൻ്റെ കൂടെ ഹാവ് ചേർന്നിരിക്കുകയാണ്, കോൺട്രാക്ഷനാണ്. ഹൗ യു ബീൻ, എങ്ങനെ പോകുന്നു. ഐ ബീൻ ഫൈൻ, സുഖമായിട്ട് പോകുന്നു. ഐ ബീൻ ഫൈൻ. ഐ ബീൻ ഓക്കെ, സുഖമായിട്ട് പോകുന്നു. ഐ ബീൻ ബിസി, ബിസി ആയിരുന്നു, ഞാൻ ബിസി ആയിരുന്നു. നെക്സ്റ്റ്, വേർ യു ബീൻ, നീ എവിടെയായിരുന്നു. വേർ യു ബീൻ. ഐ വാസ് അറ്റ് ദ സ്റ്റോർ, ഞാൻ സ്റ്റോറിലായിരുന്നു. ഐ വാസ് അറ്റ് ദ സ്റ്റോർ. ഇവിടെ ആൻസർ പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യന് ഈ ഒരു ആൻസർ ഓക്കെ ആണ്. ഐ വാസ് അറ്റ് ദ സ്റ്റോർ, ഞാൻ സ്റ്റോറിലായിരുന്നു. നെക്സ്റ്റ്, വേഴ്സ് ഇറ്റ് ബീൻ, അത് എവിടെയായിരുന്നു. ഇവിടെ വേറിൻ്റെ കൂടെ ഹാസ് ചേർന്നിരിക്കുകയാണ്, കോൺട്രാക്ഷനാണ്. വേർ ഇസ് ഇറ്റ് ബീൻ, അത് എവിടെയായിരുന്നു. ഇറ്റ്സ് ബീൻ ഇൻ ദ ഗ്യാരേജ്, അത് ഗ്യാരേജിലായിരുന്നു, ഗ്യാരേജിലുണ്ടായിരുന്നു. ഇറ്റ്സ് ബീൻ ഇൻ ദ ഗ്യാരേജ്. നെക്സ്റ്റ്, ഐ ഹാവ് ബീൻ ടു ഹംഗറി. ഈ ഒരു സെൻറ്റൻസിൻ്റെ ആശയം ഞാൻ ഹംഗറി വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഐ ഹാവ് ബീൻ ടു ഹംഗറി, ഞാൻ ഹംഗറിയിൽ പോയിട്ടുണ്ട്, വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ടു ഹംഗറി. നെക്സ്റ്റ്, ഷീ ഹാസ് ബീൻ ടു ഹംഗറി, അവൾ ഹംഗറിയിൽ പോയിട്ടുണ്ട്. ഷീ ഹാസ് ബീൻ ടു ഹംഗറി. നെക്സ്റ്റ്, ഹാവ് യു എവർ ബീൻ ടു ന്യൂയോർക്ക്, നിങ്ങൾ എപ്പോഴും ന്യൂയോർക്കിൽ പോയിട്ടുണ്ടോ, എപ്പോഴെങ്കിലും ന്യൂയോർക്കിൽ പോയിട്ടുണ്ടോ. ഹാവ് യു എവർ ബീൻ ടു ന്യൂയോർക്ക്. യെസ്, അതെ. ഐ ഹാവ് ബീൻ ടു ന്യൂയോർക്ക് ബിഫോർ, ഞാൻ മുമ്പ് ന്യൂയോർക്കിൽ പോയിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ടു ന്യൂയോർക്ക് ബിഫോർ. നെക്സ്റ്റ്, നോ ഐ നെവർ ബീൻ ടു ന്യൂയോർക്ക്, ഇല്ല ഞാൻ ന്യൂയോർക്കിൽ പോയിട്ടേ ഇല്ല.
നെഗറ്റീവാണ്, നെവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോ, ഐ നെവർ ബീൻ ടു ന്യൂയോർക്ക്. ഇല്ല, ഞാൻ ന്യൂയോർക്കിൽ പോയിട്ടേ ഇല്ല. നെക്സ്റ്റ്, ഐ ബീൻ വർക്കിംഗ് ഫോർ ദിസ് കമ്പനി ഫോർ 10 years. 10 വർഷത്തോളമായിട്ട് ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഐ ബീൻ വർക്കിംഗ് ഫോർ ദിസ് കമ്പനി ഫോർ 10 years. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നെക്സ്റ്റ്, ഐ ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 10 years. 10 വർഷത്തോളമായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുന്നു. ഐ ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 10 years. നെക്സ്റ്റ്, ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിങ് ഇൻ ദ US? നിങ്ങൾ US എത്ര നാളായിട്ട് താമസിക്കുന്നു? ഹൗ ലോങ് ഹാവ് യു ബീൻ ലിവിങ് ഇൻ ദ US? ഐ ബീൻ ലിവിങ് ഹിയർ ഫോർ 20 years. 20 വർഷത്തോളമായിട്ട് ഞാനിവിടെ താമസിക്കുന്നു. ഐ ബീൻ ലിവിങ് ഹിയർ ഫോർ 20 years. നെക്സ്റ്റ്, ഐ ബീൻ ടു ഇംഗ്ലണ്ട് 3 times ഇൻ മൈ ലൈഫ്. ഞാൻ എൻ്റെ ലൈഫിൽ 3 പ്രാവശ്യം ഇംഗ്ലണ്ടിൽ പോയിട്ടുണ്ട്. ഐ ബീൻ ടു ഇംഗ്ലണ്ട് 3 times ഇൻ മൈ ലൈഫ്. നെക്സ്റ്റ്, ഐ ബീൻ ഇൻ ജപ്പാൻ ഫോർ 21 years. 21 വർഷമായിട്ട് ഞാൻ ജപ്പാനിൽ താമസിക്കുകയാണ്, സ്റ്റേ ചെയ്യുകയാണ്. ഐ ബീൻ ഇൻ ജപ്പാൻ ഫോർ 21 years. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഐ ഹാവ് ബീന് ശേഷം പ്രിപ്പോസിഷൻ ഇൻ ആണ് വന്നിരിക്കുന്നത്. പ്രിപ്പോസിഷൻ ഇൻ വന്നാൽ അവിടെ താമസിക്കുകയാണ്, സ്റ്റേ ചെയ്യുകയാണ് എന്നാണ് അതിൻ്റെ ആശയം. അവിടെ പോയിട്ടുണ്ട് എന്നല്ല. ഐ ബീൻ ഇൻ ജപ്പാൻ ഫോർ 21 years. ഞാൻ 21 വർഷമായിട്ട് ജപ്പാനിൽ സ്റ്റേ ചെയ്യുകയാണ്. ഐ ബീൻ ഇൻ ജപ്പാൻ ഫോർ 21 years.